ഇത് അജുവിന്റെ ഒല S1 പ്രോട്ട ഇങ്ങനെ ഫുൾ ചാർജ് ആക്കിയിട്ടുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ ഞങ്ങൾ കളമശ്ശേരി വരെ ഒന്ന് പോകട്ടാ. ഞങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ഞാൻ മൂസദാത് പോകട്ടാ. ഇതേപോലെ നൈസായിട്ടൊന്ന് ഒഴിവാക്കിട്ടാ. കാരണം ഇപ്പൊ ഇത്രയും ഫാമിലി ആയിട്ട് നമുക്ക് സ്കൂട്ടറിനൊന്നും ഇത്രയും ദൂരം യാത്ര ചെയ്യാൻ പറ്റില്ല. അതിന്റെ പേരിൽ ഇതേപോലെ നൈസായിട്ട് ഒഴിവാക്കി. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ആദ്യമായിട്ടൊന്ന് ഫാമിലി ആയിട്ട് ഇത്ര ദൂരം സ്കൂട്ടറിന് യാത്ര ചെയ്യണം കേട്ടാ. അപ്പൊ ഞങ്ങൾ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളമശ്ശേരിയിലെ ലിറ്റിൽ ഫ്ലവർ എഞ്ചിനീയറിംഗ് കോളേജിൽ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴത് BE6 XEV9 കിടക്കും. എനിക്കാണെങ്കിൽ ഈ രണ്ട് വണ്ടികളും നേരിട്ട് കാണുന്ന വലിയ ആഗ്രഹം. നമ്മളെ പോലെയാണെങ്കിൽ 45% കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ചാർജ്. ബാക്കിയുള്ള ചാർജ് ആണെങ്കിൽ 63% ഉള്ളൂ. ഇനിയിപ്പോ ഇവിടുന്ന് വീട്ടിലേക്ക് നേരെ പോവാണെങ്കിൽ 45% മതി. പക്ഷേ ഞങ്ങളെ പ്ലാൻ വേറെ ആയിരുന്നു. സ്മോക്കിംഗ് എന്ന് പറഞ്ഞ പരിപാടി നമ്മളെ ഹെൽത്തിന് മാത്രമല്ല പ്രശ്നമുള്ളത്. ഇങ്ങനെയൊക്കെ ആവാം. അങ്ങനെ പറ്റിയ കയ്യബദ്ധം തോന്നുന്നുണ്ട് കണ്ടിട്ട്. ഒരുപാട് ഏരിയക്ക് തീ കത്ത് പിടിച്ച് പോയിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ നേരത്തെ പറഞ്ഞ പ്ലാൻ ഇതായിരുന്നു. നേരെ എയർപോർട്ട് റോഡ് പിടിക്കാൻ. അപ്പോഴും ചാർജിന്റെ കാര്യം പ്രശ്നം തന്നെയാണ്. ഞങ്ങൾക്കാണെങ്കിൽ നല്ല വിശപ്പുണ്ട്. കയ്യിൽ 2 പൊതിച്ചോറുണ്ട് വീട്ടിൽ നിന്ന് എടുത്തത്. വിശപ്പാണെങ്കിൽ സഹിക്കാൻ പറ്റാത്ത രീതിയിൽ. അതുപോലെയാണെങ്കിൽ അമ്മൂസിന്റെ കൈ കിടന്ന് ഉറങ്ങുകയും ചെയ്ത്. അവൾക്കാണെങ്കിൽ നല്ല ബുദ്ധിമുട്ടുണ്ട്. ഇവനെ ഇങ്ങനെ താങ്ങി ഇത്രയും ദൂരം വണ്ടി പോണേന്റെ. അപ്പൊ അടുത്ത പ്ലാൻ ഫുഡ് കഴിക്കണ്ടേ. ഫുഡ് കഴിക്കാനായിട്ട് നല്ല സ്പോട്ട് നോക്കി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആ സംഭവം. സത്യം പറഞ്ഞാൽ ഞാൻ സംഭവം കണ്ടെന്നല്ല പറയണ്ട കേട്ടാ. ആ സംഭവം കേട്ടു എന്നാണ് പറയുന്നത്. ഗ്രില്ല് ചെയ്യണം മണം കേട്ടപ്പോ ഞങ്ങൾ നേരെ റെസ്റ്റോറന്റിലേക്കാണ് തിരിച്ചു. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ റെസ്റ്റോറന്റ് റോഡ് സൈഡിൽ നിന്ന് കാണൂല കേട്ടോ. പക്ഷെ ഇവിടുത്തെ സ്മെല്ല് കേട്ടാ നമ്മ തന്നെ അങ്ങോട്ട് പോകും. അതോടെ ഞങ്ങൾ കൊണ്ടുവന്ന പൊതിച്ചോറിന്റെ കഥയൊക്കെ ഞങ്ങൾ അങ്ങോട്ട് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന് 2 ചോറ് അങ്ങോട്ട് ഓർഡർ. സ്പെഷ്യൽ ആയിട്ട് ഒരു മത്തി റോസ്റ്റും ഒരു ചെമ്മീൻ റോസ്റ്റും ഓർഡർ ചെയ്തു. ഇവരെ ചോറിന്റെ ഇവിടെ കിട്ടുന്ന സാധാരണ സാമ്പാറിന് പോലും ഒട്ടുക്കത്ത ടേസ്റ്റ് ഇട്ടാ പറയേണ്ട കാര്യം. പിന്നെ സ്പെഷ്യലിന്റെ കാര്യം പറയാം. ഈ വീഡിയോ കാണുന്നവരാരെങ്കിലും ഈ പെരിയാർ റെസ്റ്റോറന്റിൽ കയറി ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ റിവ്യൂ ഒന്ന് കമന്റിൽ ഇടണം കേട്ടോ. പിന്നെ ഇങ്ങോട്ട് കയറുമ്പോൾ കോട്ടന്റെ ഒരു കർച്ചീഫ് മസ്റ്റ് ആണ്. അതെന്തിനാണെന്നുള്ളത് അവിടെ നിന്ന് കഴിച്ചവർക്ക്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അവിടെ നിന്ന് ആരെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റിൽ വരും. പുഴനോട് ചേർന്ന് കിടക്കണതിന്റെ പേരിലാണോന്ന് അറിയില്ല. നല്ല ആംബിയൻസ് ഉള്ള സ്ഥലം. അപ്പൊ ശരിട്ടാ ഗൈസ്, ഇനി നേരെ ടൗണിന് മുന്നേ വീട്ടിലെത്താൻ. ഒലയുടെ കാര്യം ഒന്നും പറയാൻ പറ്റില്ലേ.